വിധി പുറത്തുവരികയാണ് കോടതിയിൽ നിന്നും. ഓരോ കുറ്റകൃത്യങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ, പക്ഷേ നിയമം ആരെയും ഒഴിവാക്കുന്നില്ല. ചുറ്റുപാടുകളും സാഹചര്യങ്ങളും കോടതി അതീവ ശ്രദ്ധയോടെ വിലയിരുത്തി. IPC 307 പ്രകാരം 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും സാമൂഹ്യ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് 10,000 രൂപ പിഴയും എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന ശിക്ഷാവിധി. പിഴയടയ്ക്കുന്നില്ലെങ്കിൽ 2 മാസത്തെ വെറും തടവും അനുഭവിക്കേണ്ടി വരും. അതായത് നിലവിലെ ശിക്ഷാവിധി ഇങ്ങനെയാണ്. IPC 307 പ്രകാരമാണ് ശിക്ഷ ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത്. 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവ്. ഒപ്പം തന്നെ കോടതി സാമൂഹ്യ പശ്ചാത്തലം കണക്കിലെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ 10,000 രൂപ പിഴ ചുമത്താനും കോടതി ആവശ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ മറ്റു 2 വകുപ്പുകളിലും സമാന ശിക്ഷയും ഈ കുറ്റം തെളിയിക്കപ്പെട്ടവർ നേരിടണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന വിവരം എന്ന് പറയുന്നത്. സിക്ക് എങ്ങനെയാണ് ഈ കോടതിയുടെ ഈ ശിക്ഷാവിധിയെ നോക്കിക്കാണേണ്ടത്? സാമൂഹ്യ പശ്ചാത്തലം കോടതി നിലവിൽ കണക്കിലെടുക്കുന്നുണ്ട്, പക്ഷെ 5 വർഷം കഠിന തടവും വിധിക്കപ്പെടുന്നു. ഒരുപക്ഷെ കോടതി ഇത് കുറെ കൂടി ബാലൻസ്ഡായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ കേസിന് കണ്ടിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഇതിൽ വിനോദിൻ്റെ മരണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വധം ഉൾപ്പെടെയുള്ള കേസ് നിലനിൽക്കുന്നതല്ല, അല്ലെങ്കിൽ അതിനകത്ത് ഗൂഢാലോചന നിലനിൽക്കുന്നില്ല. അതിൽ പ്രതികളാരും അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കോടതി കണ്ടെത്തുമ്പോഴും അബ്ദുൽസലാമിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന കാര്യത്തിൽ ഗൂഢാലോചന നടന്നതായും അതോടൊപ്പം തന്നെ അതിൽ സാക്ഷിയുള്ളതായും ആ പ്രതിയെ സലാം തിരിച്ചറിഞ്ഞതും ഒക്കെ ഉണ്ട്. ആ കേസിൽ കൂടിയാണ് ഇപ്പോൾ ശിക്ഷ വരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷയായിട്ട് വരുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും 5 വർഷത്തെ കഠിന തടവ് 10,000 രൂപ പിഴ എന്നുള്ളത് പൊതുവിൽ വലിയ ശിക്ഷ തന്നെയാണ് ഈ 23 വർഷത്തിന് ശേഷവും ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വിധിച്ചിട്ടുള്ളത്. പക്ഷേ ആ വിധിക്ക് സാങ്കേതികമായ ഒരു കാര്യം, അതിന് സാക്ഷികളുണ്ട്, തെളിവുകളുണ്ട്, അതോടൊപ്പം തന്നെ അതിനനുകൂലമായ മൊഴികളുണ്ട് എന്നതുകൂടിയാണ്. എന്നാൽ വിനോദിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ജോഗിയുടെ കാര്യത്തിൽ ഇത്തരം പരിശോധനകൾ പോലും നടന്നു എന്ന് തോന്നുന്നില്ല, അത്തരം അന്വേഷണങ്ങൾ പോലും നടന്നു എന്ന് കരുതാൻ പോലും വയ്യ. പക്ഷേ ജോഗിയും അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അതൊരു പൊതുസമൂഹത്തിൻ്റെ ഒരു നീതിയുടെ ഒരു കാഴ്ച എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മ, അദ്ദേഹത്തിൻ്റെ ശവശരീരം ഉൾപ്പെടെ നമ്മുടെ മനസ്സിൽ, അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഏതായാലും ഈ കേസ്, മുത്തങ്ങ കേസ് എന്ന് പറയുന്നത് ഒരു പോലീസ് അട്രോസിറ്റീസ് കേസ്, പോലീസിന് നേരെയുള്ള ഒരു അതിക്രമ കേസായി മാത്രം കൊണ്ടുവരികയും ആ കൊണ്ടുവന്നത് കോടതിയിൽ പരാജയപ്പെടുകയും ചെയ്തു എന്ന് വേണം നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറയാൻ. അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വേണ്ട രീതിയിൽ പരിശോധിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ, ജോഗി എങ്ങനെ കൊല്ലപ്പെട്ടു, ജോഗിയുടെ കൊല്ലപ്പെടാനുണ്ടായ കാരണം എന്താണ്, ജോഗിക്ക് മരണത്തിലേക്ക് നയിച്ച ആ ആയുധം ആരുടേതാണ്, ആര് വെടിവെച്ചതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. വെടിവെക്കാൻ ഉത്തരവിട്ടത് മുതലുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ കേസ്. ഒരു ആദിവാസി സമൂഹം അവർ പോലീസിന് നേരെ നടത്തിയ ഒരു അതിക്രമം എന്ന രീതിയിൽ ചുരുക്കി കാണാൻ, അതിനനുസരിച്ച് ഒരു കേസ് നടപടികൾ ഉണ്ടാക്കി കൊണ്ടുപോകാനും നടത്തിയ ശ്രമം പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. തീർച്ചയായും സ്വന്തമായി കിടക്കാൻ വേണ്ടി, സ്വന്തമായി ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള, അരികുവൽക്കരിക്കപ്പെട്ടവൻ നടത്തിയിട്ടുള്ള സമരമാണ് മുത്തങ്ങ സമരം എന്ന് പറയുന്നത്. അതിനു നേരെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള അടിച്ചമർത്തലും അധികാരം കൊണ്ടുള്ള സർക്കാരിന്റെ നീക്കങ്ങളുമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയാണ് മുത്തങ്ങ വെടിവെപ്പ് എന്ന് പറയുന്നത്. കേരള രാഷ്ട്രീയത്തിന്റെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ രക്തപങ്കിലമായിട്ടുള്ള ആദിവാസി സമരത്തിന്റെ ഒരു ഏടു തന്നെയാണ്. അതിലിപ്പോൾ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു, 9 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ശിക്ഷാവിധി വരുന്നത്, അതിൽ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ അതിൽ തെളിവ് കോടതിക്ക് മുൻപിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തെ കൊണ്ട് സാധിക്കുന്നില്ല. അതേസമയത്ത് തന്നെ പോലീസുകാരനായ അബ്ദുൽ സലാമിനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുള്ള വധശ്രമ കേസിലാണ് ഇപ്പോൾ 4 പേർ കുറ്റക്കാരാണ്, അവർ ഗൂഢാലോചന നടത്തി എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെടുന്നത്. ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾ ഗൂഢാലോചന നടത്തിയതായി കണ്ടെത്തുമ്പോൾ അവർക്കുള്ള ശിക്ഷാവിധി 5 വർഷത്തെ കഠിന തടവും 10,000 രൂപ അവരുടെ സാമൂഹ്യ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് പിഴയും വിധിച്ചിരിക്കുന്നു കോടതി. പിഴ അടയ്ക്കുന്നില്ലെങ്കിൽ 2 മാസത്തെ വെറും തടവ് അനുഭവിക്കണം. മറ്റു 2 വകുപ്പുകളിലും സമാന ശിക്ഷ. മറ്റു വകുപ്പുകളിൽ 1 വർഷത്തെ കഠിന തടവ്. അങ്ങനെയാണെങ്കിൽ 2 വകുപ്പുകളിലായിട്ട് 7 വർഷമായിരിക്കാം ഒരുപക്ഷെ തടവ് അനുഭവിക്കേണ്ടി വരിക. അതോ ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ എല്ലാ വകുപ്പുകളിലും കൂടി പരമാവധി 5 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്.